3 മണിക്കൂർ നമ്മൾ ഇറങ്ങി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ കുറേ നാളത്തെ വ്ളോഗിന് ശേഷം ഒരു വ്ളോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഇന്ന് നടക്കാൻ പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ക്യാമ്പിങ്ങിന് പോവുകയാണ്. ഇവിടെ നോർത്ത് ബേക്ക് അടുത്തുള്ള റെസ്റ്റോൾ പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവിടെ നമ്മൾ ക്യാമ്പ് ചെയ്ത് ഹൈക്കിങ്ങിന് പോവുകയാണ്. അപ്പം ഇന്ന് പുറപ്പെട്ട് ഇച്ചിരി ഒരു നല്ല കാടാണ്. അത്യാവശ്യം നമുക്ക് നടക്കാനൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് സ്ലീപ്പിംഗ് ബാഗും ടെൻറ്റും എല്ലാം എടുത്തുകൊണ്ട് വേണം നടക്കാൻ. മൊബൈൽ റേഞ്ച് ഇല്ല. അപ്പം മൊത്തത്തിലൊരു കാട് വൈബാണ്. അപ്പം കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല എങ്ങനെയൊക്കെയാണ് സെറ്റപ്പെന്ന്. അപ്പോൾ അതൊക്കെ ഇവർ വീഡിയോ കാണുമ്പോഴേ കാണത്തുള്ളൂ. അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ കുറേ ക്യാമ്പിംഗ് ഉണ്ട്, ഹൈക്കിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ റിവറൊക്കെ കടക്കണം. അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതെല്ലാം പൊക്കിക്കൊണ്ട് വേണം നടക്കാൻ. അതെല്ലാം നമ്മൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും മുന്നോട്ട് കാണും. എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ 2 ദിവസത്തെ 2 വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചാൽ. അപ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആവും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവരും കണ്ട് നോക്ക് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഇവരുടെ ഓഫീസാണ്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളകത്തോട്ട് കയറുമില്ല, അങ്ങോട്ട് റേഞ്ച് ഇല്ല. അപ്പം നമ്മൾ 3 ദിവസത്തെ ഇതാണ് പറഞ്ഞേക്കുന്നത്. അല്ല 2 ദിവസവും 3 ദിവസം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയില്ലെങ്കിൽ ഇവർ നമ്മളെ അന്വേഷിച്ച് വരും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമ്മളിവിടെ ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ബോട്ട് ബുക്ക് ചെയ്യണം. ബോട്ടിൻ്റെ ഇവിടെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അകത്തോട്ട് കയറി ബാക്കിയൊക്കെ ഞാൻ തിരക്കിട്ട് പറയാം. അതെങ്ങനെ ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനിയും കയാക്കിങ്ങിന് പോകാനുള്ള സാധനം എടുക്കണം. 2 പേർക്ക് ഇരുന്ന് പോകാനുള്ള സാധനമാണ്. പക്ഷെ നമ്മളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പൊക്കിക്കൊണ്ട് പോകണം. എന്താ സംഭവം? One for you, one for me. And two for you guys. Make sure you grab a stick. Only one, right? ഇതെന്താ സംഭവം? Yeah, only one for both. എന്താന്ന് വെച്ചാൽ ഒന്ന് ബക്കറ്റ്, പിന്നെ ഇതിന് റോപ്പ് ഉണ്ട്, ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, വിസിലുണ്ട്. എമർജൻസി മുങ്ങി കഴിഞ്ഞാൽ കോപ്പ്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കയാക്കിങ് ബോട്ട് പൊക്കിക്കൊണ്ട് പോകണം. ഈ ബോട്ട് നമ്മൾ പൊക്കിക്കൊണ്ട് പോകണം. 2 പേരിരിക്കുന്ന ബോട്ടാണ്. അത്യാവശ്യം വലിയ വെയിറ്റ് ഇല്ലായിരിക്കും. പക്ഷെ അതിൻ്റെ പുറത്ത് നമ്മുടെ ബാഗുണ്ട്, നമ്മുടെ സ്ലീപ്പിംഗ് ബാഗുണ്ട്, ടെൻറ്റുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിലൂടെ പൊക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ എത്തുന്നിടം വരെയുള്ളൊരു പ്രശ്നമാണ് ഇത്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത. നോക്കാം ഗൈസ്. നമ്മളിപ്പോൾ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഇതിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ വെസ്റ്റൊക്കെ ഇട്ട്, സേഫ്റ്റി വെസ്റ്റൊക്കെ ഇട്ട് എല്ലാം ആക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. എടാ, സേഫ്റ്റി വെസ്റ്റ് നീ ഇട്ടില്ല? വാഷ്റൂം ഞാൻ പോയി. അവിടെ വാഷ്റൂം ഇല്ലല്ലോ. വണ്ടി ഇവിടെ സാധനം ഇറക്കി ഇനി ഇവിടെ പാർക്ക് ചെയ്യണം. ഇത് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളിത് പൊക്കിക്കൊണ്ട് പോകും. അങ്ങനെ എന്തൊരു സെറ്റപ്പ് ഉണ്ട്. പൊക്കിക്കൊണ്ട് അടുത്ത റിവറിലോട്ട് പോകണം. നമ്മുടെ ഒരു ഫിലിപ്പീനി പുള്ളിയുണ്ട്. പുള്ളി ഇവിടുത്തെ പെർലേറ്ററിലെ മാനേജറാണ്. പുള്ളി ഇതുവരെ വന്നിട്ടുണ്ട് നേരത്തെ. പുള്ളിക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ പേര് ഓവൻ എന്നാണ് പേര്. ഫിലിപ്പീനിയാണ് പുള്ളി. ട്രക്കിങ്ങിൻ്റെയും ഹൈക്കിങ്ങിൻ്റെയും ആളാണ്. അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ടാണ്, പുള്ളിയാണ് നമ്മുടെ ലീഡർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോകുന്ന ഗൈസ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഇത് കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം വീഡിയോ എടുക്കാൻ പറ്റുക നോക്കാം, മാക്സിമം ശ്രമിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോകുന്നതിലേക്ക് കാണാം. ഓക്കെ ഗൈസ്, അവന്മാർ പോവാണ്. എങ്ങനെ പോകുമെന്നുള്ളൊരു പിടിയില്ല. സ്റ്റക്കായിട്ടിരിക്കും അവിടെ. തെള്ളണമെന്ന് തോന്നി ഇറങ്ങി. ഗൈസ് തുഴഞ്ഞു തുടങ്ങി ഗൈസ്. വണ്ടി കിടന്ന് കുലുങ്ങുന്നുണ്ട് നല്ലപോലെ. ചെറിയൊരു പേടിയുണ്ട്. ഇറക്കാനാണ് ഇപ്പോൾ തുഴയുന്നത്. ഞങ്ങളിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് വിളിച്ചതേ ഉള്ളൂ കേട്ടോ. ഇതാണ് കയാക്കിംഗ് ബോട്ട്. 2 പേർക്ക് നമ്മളൊരു ബാലൻസിലൊക്കെ അങ്ങ് ഇരിക്കുവാണ്. നമ്മുടെ സാധനങ്ങളെ മൊത്തം ഇതിലിരിക്കും. വേണ്ട, ഇതെല്ലാം പൊക്കിക്കൊണ്ട് പോകണം. ഈ ബോട്ടിൽ ഇവിടെ പൊക്കണമെന്നൊക്കെയാണ് നമ്മുടെ ഫിലിപ്പീനി ചേട്ടൻ പറഞ്ഞത്. എന്താ പേര്? ഓവനോ? ഓവൻ.
അപ്പം അങ്ങനെ പോവാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. നല്ല കാറ്റെന്ന് പറഞ്ഞ എൻ്റെ മോനെ ജാക്കറ്റ് ഇടണ്ടായിരുന്നു. ഏടാ ജാക്കറ്റ് ഇടണ്ടായിരുന്നു. മൊബൈൽ കയ്യിൽ നിന്ന് പോയാൽ. അപ്പോൾ എന്തായാലും പോവാണ്. ഞാനിനി തുഴയിട്ടല്ലേ അവൻ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ അവൻ്റെ പരിപ്പള. ഞാനിനി അവിടെ എത്താറാകുമ്പോഴൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം. ഒത്തിരി ലെങ്ത് ആവണ്ടല്ലോ ഗൈസ്. 1 മണിക്കൂറായി തുഴഞ്ഞ് പരിപ്പളകിയിട്ടിരിക്കുക ഞങ്ങളുടെ 2 പേരെ കൂടെ. അമ്മമാരിത് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കാണാൻ പറ്റുന്ന പറയണ്ട. അമ്മമാരവിടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇത് തുഴഞ്ഞിട്ടും എത്തുന്നില്ല. ഇടയ്ക്ക് വെച്ച് ഞാനൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇത്രയും അതിൻ്റെ കൂടെ നല്ല കാറ്റാ. തണുത്ത ജാക്കറ്റ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി അങ്ങ് എന്താവും എന്നുള്ളത് അറിയത്തില്ല. അവന്മാരെ ഫോളോ ചെയ്ത് പോവാണ്. ഇനി അങ്ങ് ചെല്ലുമ്പോൾ ഒക്കെ ബാക്കി കാണിക്കാം കേട്ടോ. ബൈ ബൈ ഗൈസ്. ഗൈസ് അവസാനം കരയ്ക്കെത്തി. പക്ഷെ എൻ്റെ പൊന്നെ ഞാൻ ജീവിതത്തിൽ ഇത്രയും ഇത് തുഴഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ വള്ളത്തിൻ്റെ പണിയും ഈ മത്സ്യബന്ധന പണിയൊക്കെ ഉണ്ടല്ലോ, വള്ളം തുഴഞ്ഞുള്ള പണി. അവരെ സമ്മതിക്കണം കേട്ടോ. ഒരു 18-25 കിലോമീറ്ററിൽ നമ്മൾ തുഴഞ്ഞിട്ടുണ്ടല്ലോടാ. മറ്റേ പുള്ളി പകുതിക്ക് വെച്ചല്ലേ മറ്റേ ആ ഫിലിപ്പൈനി പുള്ളി ഓവൻ പറഞ്ഞത് 18 കിലോമീറ്റർ ഇനി ഉണ്ടെന്നല്ല പറഞ്ഞേ. അതിനു മുമ്പ് ഒരു 10 കിലോമീറ്ററിൽ നമ്മൾ കടന്നില്ലേ. അയ്യോ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡ് വരെ പോയി. അയ്യോ അമ്മാതി തുഴഞ്ഞ് നമ്മുടെ പരിപ്പളകി ഗൈസ്. ഇനിയുള്ള പണിയാണ് അടുത്ത പണി. ഈ ബാഗ് എല്ലാം നമ്മൾ എടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ കരയുണ്ട്, ഇവിടുന്ന് ഒരു കരയുണ്ട്, ആ കര വരെ നമ്മൾ ഈ ബാഗ് എല്ലാം പൊക്കി അപ്പുറത്തെ കര കൊണ്ടുവെക്കണം. എന്നിട്ട് തിരിച്ചു വരുന്നു, ഈ ബോട്ട് എടുത്ത് തോളത്ത് വെക്കുന്നു, പൊക്കിക്കൊണ്ട് നമ്മൾ അപ്പുറത്തെ കരയിൽ പോകുന്നു. അവിടുന്ന് വീണ്ടും തുഴയുന്നു എന്നാണ് ആ പുള്ളി പറഞ്ഞത്. എന്തായാലും ഈ ബാഗ് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു അങ്ങോട്ട്. ബാക്കിയുള്ളത് അറിയത്തില്ല, നോക്കാം. അങ്ങനെ തന്നെയാണോ പ്ലാൻ എന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ തീർന്ന് പരിപാടി. പക്ഷെ അന്യായ കാടാണ്, അന്യായ ഒരു സൈലൻറ്റ് സ്ഥലമാണ്. അകത്തോട്ട് കയറുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഇന്ന് രാത്രി അവിടെ ക്യാമ്പ്, നേരത്തെ ഒന്നല്ല ഇരുട്ട് വീഴുന്നതിന് മുമ്പ് ക്യാമ്പ് സെറ്റാക്കണം. അതുകൊണ്ട് നമ്മൾ സമയമില്ല. എന്തായാലും ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാകത്തുള്ളൂ. നല്ല വല്ല സീനറിയൊക്കെ വരുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഒട്ടും വയ്യ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൈസ്, ഇവിടുന്ന് നമ്മൾ പൊക്കി ബാഗ് എല്ലാം എടുത്തോണ്ട് ഇവിടെ കൊണ്ട് വെക്കുന്നു. മനസ്സിലായോ? നമ്മളിവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മൾ ആ കയാക്കിങ്ങിൻ്റെ സാധനം എടുത്തോണ്ട് പൊക്കിക്കൊണ്ട് ഈ മലയും കുന്നുമെല്ലാം കയറി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വീണ്ടും കുറച്ചങ്ങോട്ട് പോകണം. അവിടെയാണ് നമ്മുടെ ക്യാമ്പിംഗ് പോയിന്റ്. അപ്പോൾ എല്ലാ സാധനവും ഇവിടെ ഇട്ടെ. അപ്പോൾ കുറച്ച് പണിയുണ്ട് ഗൈസ്. ടാറ്റാ ഗൈസ്. ആ ഫിലിപ്പൈനിയുടെ സ്റ്റാമിന ഒരു രക്ഷയില്ല. ഫിലിപ്പൈനിയും അവൻ്റെ കൂടെയുള്ളവൻ്റെ സ്റ്റാമിന രണ്ടും ഒന്നിനൊന്ന് ഇതാ. ഞാനും സൈഡായി ഇരിക്കുന്നത്. ഞങ്ങൾ സൈഡായി ഗൈസ്. ഈ കയാക്കിങ്ങിൻ്റെ ഇതെടുത്തുകൊണ്ട് വന്നപ്പോഴേ പരിപ്പളായി. ഇനി വീണ്ടും അവിടുന്ന് തുഴഞ്ഞ് അങ്ങ് പോകണം കുറച്ച് ദൂരം നമ്മളെ ക്യാമ്പിൻ്റെ ഏരിയയിലോട്ട്. അവന്മാർ ഇപ്പം തന്നെ എടുത്തിട്ട് പോകും. ഞാൻ പറഞ്ഞു എനിക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് വേണമെന്ന്. അപ്പം ഞങ്ങൾ ബ്രേക്ക് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അവന്മാർ ഇപ്പോഴേ വിടുവാണ്. അയ്യോ ഞാൻ നിങ്ങളുടെ കാര്യം മറന്നു. ഇതിപ്പം സാധനത്തിൻ്റെ വെയിറ്റ് കൂടുതലാണ്. അപ്പം ഇതൊന്നും സാധനം അവിടെ കല്ലായതുകൊണ്ട് നീങ്ങുന്നില്ല. അപ്പോൾ അവർ ഇച്ചിരൂടെ മുന്നോട്ട് കയറ്റാൻ വേണ്ടി നീങ്ങുന്നില്ല, കല്ല് തട്ടി നിൽക്കും. അപ്പോൾ പൊക്കി മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ സാധനമെല്ലാം ഇറക്കിയിട്ട് അമ്മമാർ പൊക്കി മാറ്റാണ്. അപ്പോൾ നെറ്റയ്ക്ക് പൊക്കി എടുക്കുന്നുണ്ടോ ഗൈസ്. ഇതിന് ഇച്ചിരി ഇതാ കണ്ടോ. അവൻ്റെ ഷൂ അടിപൊളി ഷൂ ആണ്, ഈ ഹൈക്ക് ചെയ്യുന്ന ഷൂ. അതുകൊണ്ട് വാട്ടർ പ്രൂഫാണ്. അവന്മാർ പൊക്കി നടന്ന് അവിടം വരെ പോയിട്ട് അവിടുന്ന്
സാധനം ഇറക്കാൻ ആ പ്ലാൻ. ഇത് ഞങ്ങളിനി എങ്ങനെ പോകുന്നൊരു പിടിയില്ല. എന്താ പൊന്നളിയാ, എങ്ങനെ ചെയ്യുന്ന ഒരു രക്ഷയില്ലടാ. അവിടം വരെ എങ്ങനെ കൊണ്ടുപോകും? ഇവിടെ ഇവൻ സൂപ്പർമാനാണ്. ഞങ്ങൾക്കൊന്നും പറ്റാത്തത് അവനാണ് എടുക്കുന്നത്. ഇതിനെ കൂടെ ഞങ്ങൾ ബാഗെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് തന്നെ വയ്യ. ബ്രോ ടേക്ക് കെയർ, സ്ലോലി. എൻ്റെ അടിയോ, ഇവനെ സമ്മതിക്കണം. സൂപ്പർമാനാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കയറ് തട്ടല്ലേ. Bro, what is your secret? Huh? No secret. See you later. Later? We gotta move our boat first so you guys can put it. Yeah, we gotta move our boat so they can put it. Okay. Anything from our ഗൈസ്, അപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് തുഴച്ചില്ലേ. ഇനിയും വെറും 2 കിലോമീറ്റർ അങ്ങോട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എല്ലാം പറയുന്ന പിരിവേനി പറയുന്ന പോലെ അങ്ങ് പോവാം. എൻ്റെ പേര് ഓവനാ. ഓവൻ പറയുന്ന പോലെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഇതേ പോകും. നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തില്ലെങ്കിൽ വള്ളത്തിൻ്റെ വഴിക്ക് പോകും. വള്ളമൊന്നുമല്ലല്ലോ. ഞങ്ങൾ കയാക്കി ഞാൻ കുത്തിച്ചെയ്യാം. താറകണ്ട് ഇവിടെ ആഴമില്ല. ഈ ആ ലെഫ്റ്റ് സൈഡിൽ കുത്തപ്പോൾ അല്ലെങ്കിൽ രണ്ടും. അപ്പം അങ്ങനെ ഞങ്ങൾ തൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ റൈറ്റ് പോ, ലെഫ്റ്റ് വിടെ, ആ തിരിച്ചുവിടെ. തളർന്ന് ഗൈസ്, ശരിക്കും തളർന്നു. പക്ഷെ അവനത് പൊക്കാനില്ലാന്നെങ്കിൽ നമ്മൾ പെട്ടാനല്ലേ. അതിന് അവൻ വലിയൊരു താങ്ക്സ് ഓവന്. അവൻ ആ കയാക്കിങ് ഒറ്റയ്ക്ക് പൊക്കി ഗൈസ്. ഒറ്റയ്ക്ക് സൂപ്പർമാൻ ഓവൻ. ഇങ്ങോട്ട് അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. കാണാൻ വയ്യ ഗൈസ്. സൂര്യൻ്റെ ഇതടിക്കുന്നതുകൊണ്ടാണ് ഗൈസ്. അവസാനം അങ്ങനെ നമ്മൾ ക്യാമ്പ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാമ്പ് ലൊക്കേഷൻ, കണ്ട 20 എന്നുള്ളിടത്ത്. അപ്പം നമ്മൾ മിക്കവാറും ഇവിടെ ആയിരിക്കും ക്യാമ്പ് അടിക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ ടോയ്ലറ്റും വാഷ്റൂം പോലെയൊക്കെ സർവീസ് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഒരു വഴിയുണ്ട് കഷ്ടമുണ്ടോ. ആ ഇവിടെ വാഷ്റൂം ഉണ്ടെന്ന് കാണിച്ചേക്കുന്നുണ്ടോ. വാഷ്റൂമൊക്കെ ഉണ്ട്. വാഷ്റൂമുണ്ട്. എവിടെ? ആ പെട്ടി തുറക്കുമ്പോൾ അതിനകത്ത് ഇടാനുള്ള സ്ഥലം. ഓ അങ്ങനെ. പെട്ടി തുറന്ന് എന്താ നമ്മൾ അതിൻ്റെ അകത്തോട്ട് സാധിക്കണം. ഇതൊക്കെ ഉണ്ട്, ചെയിനൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം. അതിനകത്ത് കാണിക്കണ്ട. ഓക്കെ. അപ്പം ഓക്കെ, അങ്ങനെ ആയല്ലോ സംഭവം. ഇനി നമുക്ക് ചുറ്റും ടാർപ്പൊക്കെ കെട്ടാം. അടിപൊളി. 3 മണിക്കൂർ നമ്മൾ തുടങ്ങി. അയ്യോ, 3 മണിക്കൂർ. 10 മൈലാണ് നമ്മൾ തുടങ്ങിയത്. അതെ, 16 കിലോമീറ്റർ വരും. പക്ഷെ നമ്മള് 16 വരെ നമ്മൾ 26 തുടങ്ങി. നമ്മൾ വട്ടത്തിൽ. അതെ, കറക്റ്റായിട്ട് നമ്മള് ഈ കറക്റ്റായിട്ട് തുഴയാൻ അറിയാത്തോണ്ട് നമ്മളിങ്ങനെ സിക്സ് ആക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്ത് കൂടാ അവര്. പക്ഷെ എന്റെ പൊന്നെ, അത് സമ്മതിക്കണം അമ്മമാര് പോയത്. എന്റെ ഗൈസ്, അങ്ങനെ ഇവിടെ എത്തി അവസാനം. ഇനിയും കുറച്ച് പണിയുണ്ട്. ടെൻ്റ് അടിക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ ഇരുട്ടാവുന്നതിന് മുമ്പ് ഇപ്പം സമയം എത്രയായി? ഇപ്പോൾ സമയം 6 മണിയായി. ഇനിയൊരു 1.5 മണിക്കൂറുണ്ട്. അതിനുള്ളിൽ ടെൻ്റൊക്കെ അടിച്ച്
സെറ്റാവണം. അപ്പോൾ ഗൈസ് ഇനിയും കിടക്കാൻ നേരം ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കട്ടെ എൻ്റെ കളിച്ചിട്ട്. ഗ്യാസ് ക്യാമ്പിങ്ങിന് ചെയ്യാനുള്ള സാധനം സെറ്റാക്കുകയാണ്. ടെൻ്റ് അടിക്കുകയാണ്. ഈ പുള്ളിക്ക് പക്കയായിട്ട് അറിയാം. അവൻ പുള്ളിക്ക് എക്സ്പീരിയൻസ് പുള്ളി നേരത്തെ വന്നിട്ടുള്ള. Actually, oh yeah. After it passes here. After it passes. You have this. Thing. ഇനി ഇത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ടെൻ്റ് അടിച്ച് ഒരുവിധം സെറ്റായി. ഇത് നമ്മുടെ മാത്യുവിൻ്റെ ടെൻ്റാണ്. മാത്യുവിൻ്റെ അതൊക്കെ 3 പേർക്ക് മുന്നോട്ട് കിടക്കാം. സാധനം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഒരാളും കൂടെ ഉണ്ടോ? അത് പുള്ളിക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കി. പുള്ളിയോടെ രാത്രിയിലേക്ക് ഇവിടെ വിട്ടു പോയി. ഇതൊരവസ്ഥ ഇവിടെ കറങ്ങട്ടെ. നമ്മൾ ഗ്രില്ല് ചെയ്യല്ലേ, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് എൻജോയ് ചെയ്യുക. ക്യാമ്പ് ഫയർ. അത് സാധനം ഫയർ സ്റ്റാർട്ടറോ? Yeah, just throw that in there. Yep. കത്തി വരണം. ഒരുത്തനവിടെ പോസ്റ്റായി തലവേദന എടുക്കുന്ന. Yeah, let's. There we go. ഗൈസ് ഫയർ നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ചിക്കൻ ഫ്രോസൺ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനി കട്ട് ചെയ്ത് ഗ്രില്ല് ചെയ്യാം. ഞങ്ങൾ വന്ന കയാക്കിംഗ് ബോട്ട് കണ്ട ഗൈസ്. ചിക്കൻ ഇനി കട്ട് ചെയ്യണം. അത് ഫ്രോസൺ അതാ ഇച്ചിരി മസാല പിടിക്കും. ഇതേപോലെ ഓരോരോ ഏരിയയിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ 20 ആണ്. അതുപോലെ അപ്പുറത്ത് 21, 22, 23 അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രൈവറ്റ് ഏരിയ ഉണ്ട്. പ്രൈവറ്റ് മീൻസ് പ്രൈവസി. വേറെ ആരും ഇങ്ങോട്ട് വരത്തില്ല, മനസ്സിലായോ? ആ രീതിയിൽ. പക്ഷെ ഇനി തിരിച്ച് ഇതുപോലെ പോകണമല്ലോ എന്ന് നോക്കുമ്പോൾ ഒരു വിഷമേ ഉള്ളൂ. ഈ തണുപ്പത്ത് ഈ ചൂടിൻ്റെ കൂടെ വന്നിരിക്കാനുള്ളൊരു സുഖം, അത് ഞാൻ ഇന്നറിയുന്നത്. തണുപ്പെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, കാറ്റ്. ജാക്കറ്റൊക്കെ ഇട്ടായിരിക്കുന്നേണ്ട നല്ല സുഖം ആ ചൂടിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കാൻ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഈ ക്യാമ്പിങ് പോകുമ്പം ഇങ്ങനെ കയാക്കിങ് ചെയ്താൽ പോകുന്നെങ്കിൽ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് വേണം പോകാൻ. തൊട്ടടുത്താണോ? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇത്രയും 3 മണിക്കൂറൊക്കെ കയാക്കിങ് ചെയ്ത് വരണമെന്നുള്ളത് നമുക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ വരത്തില്ലേ. ഇത് മോനെ നമ്മൾ മടുത്ത് പോകും അത്രയ്ക്ക്. അല്ലെങ്കിൽ അതേപോലെ ഭ്രാന്തുണ്ടെങ്കിൽ മാത്രം ഇറങ്ങി പുറപ്പെടുക. അതുകൊണ്ട് ഇപ്പം പുള്ളി ഞാൻ പറഞ്ഞ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ചെറിയ തലവേദന, കൂളിംഗ് ഗ്ലാസ് വെക്കാൻ തന്നെ. അപ്പം അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ വരിക. അതിൻ്റെ പേരെന്താണ്? റെസ്റ്റോൾ ഇല്ലേ, റെസ്റ്റോൾ പ്രൊവിൻഷ്യൽ പാർക്ക്.
റെസ്റ്റോൾ പ്രൊവിൻഷ്യൽ പാർക്ക്. വരുന്നവർക്ക് വരാം. ഒരു ഹരം വേണം, ലിവന്മാരെ പോലെ ഭയങ്കര ഒരു ഹരം വേണം. ഈ രണ്ടന്മാരും രക്ഷയില്ല മോനെ. രണ്ടും ഒന്നിനോ തോന്നുന്നു, സൂപ്പർമാനും ഒന്ന്. രണ്ടിനും ഭയങ്കര ആക്റ്റീവ്നെസ്സാണ്. നമ്മൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതുപോലെ. നമുക്കത്ര ഇല്ല, ശീലമില്ലല്ലോ. അമ്മരെനിക്ക് വന്ന് എപ്പോഴും പോകുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി തുറക്കുവാണ്. ചിക്കൻ കറി, ഫ്രൈ. അതെ, ഫ്രൈയും ചിക്കൻ കറി അഡ്ജസ്റ്റ്മെൻറ്റ് കറിയാണ്. അതെ, ഗ്രിൽഡ് ചിക്കൻ. ഗൈസ്, അങ്ങനെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലല്ലേ? ടേസ്റ്റ് ഉണ്ടോ? അവിടെ ഒരാളിരിപ്പുണ്ട്, കാണാം. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. നൈറ്റായി, കഴിച്ചിട്ട് ഇനി കിടക്കണം. അപ്പം ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. ടെൻറ്റിൻ്റെ അകത്താണ് കേട്ടോ. ഞങ്ങൾ 3 പേരും ഉറങ്ങാൻ പോവാണ്. അപ്പം നാളെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഹൈക്കിങ്ങിനൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്താണെന്നറിയത്തില്ല, സ്ഥലം ഉണ്ടോയെന്നൊക്കെ രാത്രിയോടൊന്നും മനസ്സിലാവുന്നില്ല. നാളെ രാവിലെ എല്ലാം നോക്കിയിട്ട് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ടാറ്റാ ആരുമില്ലേ? ടാറ്റാ ബൈ.